Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So we are discussing second chapter of CBSE class 10 students. CBSE 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികളുടെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ what happens to an acid or a base in water? Okay, what happens to an ആസിഡ് ഓർ എ ബേസ് ഇൻ വാട്ടർ സൊല്യൂഷൻ. ആസിഡിനും ബേസിനും വാട്ടറിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്. ഡു ആസിഡ്സ് പ്രൊഡ്യൂസ് അയോൺസ് ഓൺലി ഇൻ അക്വ സൊല്യൂഷൻ? അപ്പം ആസിഡ്സ് ആണെങ്കിലും ബേസസ് ആണെങ്കിലും അക്വസ് മീൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ മാത്രമേ അത് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഡു ആസിഡ് പ്രൊഡ്യൂസ് അയോൺസ് ഓൺലി ഇൻ അക്വ സൊല്യൂഷൻ? അപ്പം അയോൺസിനെ ആസിഡുകൾ അക്വ സൊല്യൂഷനിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ. സോ ഫോർ ഫൈൻഡിങ് ഔട്ടിങ് ദ ആൻസർ വി നീഡ് ടു കണ്ടക്ട് ആൻ എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ട്. ആ എക്സ്പെരിമെന്റിന് നമുക്ക് വേണ്ടുന്ന കുറച്ച് വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഒരു ടെസ്റ്റ് ട്യൂബ്, ദെൻ സെക്കൻഡ് വൺ നമുക്കൊരു കോർക്ക്, ഡെലിവറി ട്യൂബ്, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും ഹൈഡ്രോക്ലോറിക് ആസിഡും ഇത്രയും നമുക്ക് വേണം. ഓക്കെ, വൺസ് അഗൈൻ ഞാൻ വേണ്ടുന്ന മീൻസ് അപ്പാരറ്റസ് എല്ലാം ഒന്ന് പറയാം. അപ്പം ഒരു ബീക്കർ വേണം, ഡെലിവറി ട്യൂബ് മീൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഗ്യാസിനെ നമുക്ക് ഒരിടത്തോട്ട് കടത്തി വിടാൻ ഡെലിവറി ചെയ്യാൻ ഡെലിവറി ട്യൂബ്, ദെൻ കോർക്ക്. ഈ ഡെലിവറി ട്യൂബ് നമ്മൾ അതിനകത്തൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും അതിനകത്ത് നമ്മൾ ഡ്രോപ്പ് വൈസ് ആയിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് വേണ്ടുന്നത്. അപ്പം അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഏകദേശം നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. സോ ഫസ്റ്റ് എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. ഡ്രോപ്പ് വൈസ് എന്തിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? സൾഫ്യൂരിക് ആസിഡിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൾഫ്യൂരിക് ആസിഡും സോഡിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കണം? അപ്പം നിങ്ങൾക്ക് ആ ഇക്വേഷൻ അറിയാമെന്ന് കരുതുന്നു. സോഡിയം ക്ലോറൈഡ് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് H2SO4 നമുക്ക് എന്ത് കിട്ടണം? HCl എന്നൊരെണ്ണം കിട്ടണ്ടേ? HCl. പിന്നെ ബാക്കി അവിടെ എന്തുണ്ട്? HClഉം Na2SO4ഉം Na2SO4. ഓക്കെ, Na2SO4 ആണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. അപ്പം സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും മീൻസ് ഒരു സാൾട്ടും ആസിഡിനും റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ വീണ്ടും HCl മീൻസ് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ? ഇവിടെ നമുക്കത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആയിട്ട് എന്ത് ചെയ്യണം? ഫോം ചെയ്യുന്നത്. മീൻസ് ഇത് രണ്ടും കൂടെ ഈ സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇതിന് എന്ത് ചെയ്യുന്നു? ഒരു വൈറ്റ് ഫ്യൂംസ് പുക പോലെ എന്ത് ചെയ്യും? മുകളിലേക്ക് പൊങ്ങി വരാറുണ്ട്. അത് നമ്മൾ എന്തിലൂടെ? ഈ ഡെലിവറി ട്യൂബിലൂടെ കടത്തിവിടും. ഈ ഡെലിവറി ട്യൂബിന്റെ ഒരു പോർഷൻ നമ്മൾ കാൽസ്യം ക്ലോറൈഡ് വെച്ചിട്ടുണ്ട്. കാൽസ്യം ക്ലോറൈഡ്, അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ്. അതിന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഈ കടന്നു വരുന്ന ഗ്യാസിൽ എന്തെങ്കിലും വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എന്തിലൂടെ കടത്തി വിടുന്നത്? അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡിലൂടെ കടത്തി വിടുന്നത്. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ഗ്യാസ് എന്താണ്? ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എടുത്തത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതിനകത്തോട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പം അവിടെ വൈറ്റ് ഫ്യൂംസ് ഫോം ചെയ്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡെലിവറി ട്യൂബിലൂടെ പാസ് ചെയ്യിച്ചു. ഈ ഡെലിവറി ട്യൂബിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡെലിവറി ട്യൂബിന്റെ ഒരു പോർഷനിൽ എന്ത് വെച്ചിട്ടുണ്ട്? അൺഹൈഡ്രസ് കാൽസ്യം ക്ലോറൈഡ് ടു റിമൂവ് ദ പ്രസൻസ് ഓഫ് മോയിസ്ചർ ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്. ഓക്കെ, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനകത്തുള്ള എന്തിനെ? എയർ മീൻസ് മോയിസ്ചറിന്റെ ആ ഒരു പ്രസൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാൽസ്യം ക്ലോറൈഡിനെ ഈ ഡെലിവറി ട്യൂബിന്റെ ഒരു പോർഷനിൽ വെച്ചിരിക്കുന്നത്. ഇനി ഈ കടന്നു വരുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിന്റെ അടുത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ഓക്കെ, ഡ്രൈ മീൻസ് അതിനകത്ത് എന്തില്ല? ഒരു അംശം, വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്തൊരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അവിടെ ഇങ്ങനെ ഷോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കടന്നു വന്ന എന്താണ്? ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ് കടന്നു വന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനടുത്ത് നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കാണിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകില്ല? ഒരു കളർ ചേഞ്ചും ഇല്ല. ഓക്കെ, ദർ ഇസ് നോ കളർ ചേഞ്ച് ഇൻ ദ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ യാതൊരു കളർ ചേഞ്ചും ഇല്ല. ദെൻ സെക്കൻഡ്ലി വി നീഡ് ടു shown one another wet blue litmus paper. നമ്മൾ വെറ്റ് മീൻസ് നനച്ച ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഈ ഡെലിവറി ട്യൂബിന്റെ മൗത്ത് പോർഷനിലേക്ക് കാണിക്കുമ്പോഴത്തേക്ക് അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? റെഡിലേക്ക് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? ഫസ്റ്റും നമ്മൾ കാണിച്ചത് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണ്. സെക്കൻഡ് നമ്മൾ കാണിച്ചത് ഒരു വെറ്റ് ലിറ്റ്മസ് പേപ്പർ, അതും വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ.
അപ്പൊ ഫസ്റ്റ് ഡ്രൈ ലിറ്റ്മസ് പേപ്പർ ഷോൺ ചെയ്തപ്പോൾ കളർ ചേഞ്ച് ഇല്ല. സെക്കൻഡ് നമ്മളൊരു വെറ്റ് ലിറ്റ്മസ് പേപ്പർ, വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഷോൺ ചെയ്തപ്പോൾ അത് റെഡിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്ത് കൺക്ലൂഷനിൽ നിങ്ങൾക്ക് എന്താ പറ്റും? അപ്പം വന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ആണ്. വാട്ടറിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നില്ല? അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മീൻസ് നമുക്ക് കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ അയോൺസ്. ആസിഡ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആവാനുള്ള കാരണം അവരിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? H+ അയോൺസ് ഉള്ളത് കൊണ്ട്, മീൻസ് ഹൈഡ്രജൻ അയോൺസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ പറഞ്ഞത്. ഈ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് അവരിൽ ഹൈഡ്രജൻ അയോൺസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന HCl ഡ്രൈ ആയിട്ടുള്ള ലിറ്റ്മസ് പേപ്പറിൽ, ഡ്രൈ ആയിട്ടുള്ള ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കളർ ചേഞ്ച് കാണിച്ചില്ല. അതേസമയം വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കളർ ചേഞ്ച് കാണിച്ചു. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? അപ്പോൾ വാട്ടറിന്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? അയോണൈസ്, മീൻസ് ഹൈഡ്രജൻ അയോൺസിനെ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആബ്സെൻസ് ഓഫ് വാട്ടറിൽ അവർക്ക് എന്തിനുള്ള എബിലിറ്റി ഇല്ല? അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ദാറ്റ്സ് അവർ കൺക്ലൂഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഡു ആസിഡ് പ്രൊഡ്യൂസ് അയോൺസ് ഓൺലി ഇൻ അക്വ സൊല്യൂഷൻ? അപ്പം എന്താണ് ആൻസർ? യെസ് അല്ലെ, അവർ അക്വ സൊല്യൂഷൻസിൽ മാത്രമേ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ? അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാതിരിക്കുമ്പോൾ അവർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് എന്തായിരുന്നു? സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് കിട്ടി. അതിനെ ഡെലിവറി ട്യൂബിലൂടെ പാസ് ചെയ്യിക്കുമ്പോൾ വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? കളർ ചേഞ്ച് കാണിക്കുന്നുള്ളൂ. മീൻസ് അക്വസ് ആയിരിക്കുമ്പോഴേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് അവർ കൺക്ലൂഷൻ. ഇനി ഈ HCl നമ്മൾ ഈ ഡെലിവറി ട്യൂബിലൂടെ കടത്തി വിട്ടില്ല, അത് എന്തുമായിട്ട് മിക്സ് ചെയ്തു? മീൻസ് വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ അത് ആരുമായിട്ട് മിക്സ് ആയി? വാട്ടറുമായിട്ട് മിക്സ് ചെയ്തു. അപ്പൊ ഫോം ചെയ്യുന്നത് നമുക്ക് H3O+ഉം Cl- ആണ് കേട്ടോ. ഈ H3O+ ഒരു പേരുണ്ട്, ഹൈഡ്രോണിയം അയോൺസ്. ഓക്കെ, H3O+ നമ്മൾ എന്താ പറയുന്നത്? ഹൈഡ്രോണിയം അയോൺസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അല്ലെങ്കിൽ അയണൈസേഷൻ ഓഫ് ആസിഡ്സ് നമ്മൾ HCl ഗീവ്സ് എന്താന്ന് എഴുതാറുണ്ട്? H++Cl- എന്ന് എഴുതാറുണ്ട്. ഈ H+ തന്നെയാണ് ഞാൻ എന്തെന്ന് എഴുതിയിരിക്കുന്നത്? H3O+ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഹൈഡ്രോണിയം അയോൺസ്. H+ അതർവൈസ് H3O+ എന്ന് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? പറയാം, അയോണൈസ് ചെയ്യുമ്പോൾ. അപ്പം H+ അയോൺസ് കാനോട്ട് എക്സിസ്റ്റ് അലോൺ. ഈ H+ അയോൺസ് എന്ത് ചെയ്യത്തില്ല? ഒറ്റയ്ക്ക് നിക്കത്തില്ല. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള എബിലിറ്റി ഇല്ല. ബട്ട് ദേ എക്സിസ്റ്റ് ആഫ്റ്റർ കമ്പൈനിങ് വിത്ത് വാട്ടർ മോളിക്യൂൾസ്. അവർക്ക് എന്തുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ? വാട്ടർ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ അയോൺസ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് HCl-നകത്ത് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത്, മീൻസ് ഗ്യാസ് ആയിരിക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നില്ല? ഹൈഡ്രജൻ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതേസമയം വെറ്റ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ കാണിച്ചപ്പോൾ മീൻസ് അത് എന്തുമായിട്ട് കമ്പൈൻ ചെയ്തു? വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പൊ എന്ത് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തു? H3O+ അയോൺസിനെ അത് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്തുമായിട്ട് കമ്പൈൻ ചെയ്യണം? ആസിഡ്സിന് ഹൈഡ്രജൻ അയോൺസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യണം. Thus H+ ions must always be shown as H+ or H3O+. അതുകൊണ്ട് നമുക്ക് ഈ H+നെ ഒന്നുകിൽ മീൻസ് ഹൈഡ്രജൻ അയോൺസിനെ H+ എന്നോ അല്ലെങ്കിൽ H3O+ എന്നോ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡു ആസിഡ്സ് പ്രൊഡ്യൂസ് അയോൺസ് ഓൺലി ഇൻ അക്വസ് സൊല്യൂഷൻ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? യെസ്, ദേ ഓൺലി പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻസിൽ മാത്രമേ അവർ എന്ത് ചെയ്യത്തുള്ളൂ? ഹൈഡ്രജൻ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നമ്മളൊരു ടെസ്റ്റിലൂടെയാണത് ഫൈൻഡ് ഔട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഡ്രൈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ കളർ ചേഞ്ച് ഇല്ലാത്തത്. വെറ്റ് ആയിട്ടുള്ള ബ്ലൂ ലിറ്റ്മസ് പേപ്പർ കാണിച്ചപ്പോൾ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്ത്? റെഡ് കളറിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇനി നമ്മൾ എന്തിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്? അതായത് H+, ഈ ഹൈഡ്രോണിയം അയോൺസ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? H+ ആണല്ലോ നമ്മുടെ ഹൈഡ്രജൻ അയോൺസ്, പ്ലസ് H2O ആണല്ലോ. H+ H2O. അപ്പം H എത്ര എണ്ണമായി? മൊത്തത്തിൽ 3. അപ്പൊ നമുക്ക് എന്താ എഴുതാം? H3O+ എന്ന് എഴുതാം. ഈ ഹൈഡ്രജൻ അയോൺസ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്താകുന്നത്? ഹൈഡ്രോണിയം അയോൺസ് ആകുന്നത്. ഈ ആസിഡിനകത്തുള്ള ഹൈഡ്രജൻ അയോൺസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള എബിലിറ്റി ഇല്ല. ദേ കാനോട്ട് എക്സിസ്റ്റ് എലോൺ. സോ they combine with water molecules to form hydronium ions, otherwise H+ ions. Okay, അപ്പം വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എലോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ദെൻ
വാട്ട് അബൌട്ട് ഇൻ ദ കേസ് ഓഫ് ബേസസ്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസസിന്റെ കേസിൽ എന്താണ്. ബേസിന് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ ഏതൊക്കെയായിട്ട് ഫോം ചെയ്യും? Na+OH- ആയിട്ട് ഫോം ചെയ്യും, ആണല്ലോ. Na+OH- ആയിട്ട് ഫോം ചെയ്യും. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് എടുക്കുന്നതെങ്കിലോ KOH gives എന്താണ്? K++OH-. ഇനി CaOH ടോയ്സ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എന്താണ്? Ca+OH- ആണ് അവിടെ ഫോം ചെയ്യേണ്ടത്. അപ്പം ആസിഡ്സ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? H+ അയോൺസിനെ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് H+ അയോൺസിനെയും, ബേസസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് OH- അയോൺസിനെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. Then acids generate H+ ions and bases generate OH- ions. ആണല്ലോ, ആസിഡുകൾ H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബേസസ് OH- അയോൺസിനെ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. എപ്പം? മിക്സ്ഡ് വിത്ത് വാട്ടർ. അപ്പൊ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യാൻ നമ്മൾ എന്താ പറയുന്നത്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ. ഈ ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ ആണെങ്കിൽ ഈ ആസിഡ് നമ്മൾ ജനറൽ ആയിട്ട് ഒരു ഫോം കൊടുക്കുകയാണ്. ആസിഡിന് നമ്മൾ ജനറൽ ആയിട്ടൊരു ഫോമാറ്റ് കൊടുക്കുന്നു. ഓക്കെ, HX. ഓക്കെ, HX എന്നാണ് നമ്മൾ ആസിഡിന് കൊടുക്കുന്നത്. അതേപോലെ ബേസിന് നമ്മൾ MOH എന്ന് കൊടുക്കുന്നു. MOH. ഈ OH എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബേസിനെയും. HX എന്ന് പറയുമ്പോൾ ഏതാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആസിഡ്. ഓക്കെ, HX എന്ന് പറയുമ്പോൾ ആസിഡ്, MOH എന്ന് പറയുമ്പോൾ ബേസ്. ഇതിനകത്ത് നമുക്ക് സാൾട്ട് ഫോം ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഈ എക്സും എമ്മും കൂടെ ചേർന്ന് വേണം എന്ത് ഫോം ചെയ്യാൻ? സാൾട്ട് ഫോം ചെയ്യാൻ. അപ്പൊ നമുക്കത് എന്ത് എഴുതാം? MX പ്ലസ് എന്താണ്? HOH, അല്ലെ? HOH തന്നെ അല്ലേ? ഒന്ന് നോക്കാം. HX പ്ലസ് MOH. അതിനകത്തെ എമ്മും എക്സും കൂടെ കൂടി ചേർന്ന് എന്ത് ഫോം ചെയ്യുന്നത്? സാൾട്ട് ഫോം ചെയ്യുന്നത്. അപ്പം MX അതവിടുത്തെ സാൾട്ട് പ്ലസ് എന്തുണ്ട്? H-ഉം OH-ഉം കൂടെ കൂടി ചേർന്നിട്ട് നമ്മൾ H2O എന്ന് എഴുതത്തില്ലേ? അപ്പൊ അതെന്താണ്? HOH. അപ്പം ഇതിനകത്തെ H-ന്റെ ചാർജ് എന്താണ്? പ്ലസ്, ഇവിടെ OH മൈനസ് ആണല്ലോ. അപ്പൊ നമുക്ക് അതിനെ എന്താന്ന് എഴുതാം? H പ്ലസ് പ്ലസ് OH മൈനസ് ഗീവ്സ് ആണ് എന്ത്? H2O എന്ന് നമ്മൾ എഴുതുന്നത്. അപ്പം ആസിഡിനകത്തെ ഹൈഡ്രജനും ബേസിനകത്തെ OH- കൂടെ കൂടി ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? വാട്ടർ ഫോം ചെയ്യുന്നത്, ആണല്ലോ. അപ്പം ആസിഡിനകത്തെ ഹൈഡ്രജനും ബേസിനകത്തെ ഹൈഡ്രോക്സൈഡും കൂടെ കൂടി ചേരുമ്പോഴാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടറിന് എന്ത് നേച്ചർ ആണെന്ന് പറയുന്നത്? ന്യൂട്രൽ നേച്ചർ ആണ് പറയുന്നത്. കാരണം ആസിഡിന്റെ ഹൈഡ്രജനും ബേസിന്റെ ഹൈഡ്രോക്സൈഡും ആണ് അതിനകത്തുള്ളത്. ദാറ്റ്സ് വൈ വാട്ടർ ഷോസ് ന്യൂട്രൽ ബിഹേവിയർ, ന്യൂട്രൽ നേച്ചർ. ഇനി നമുക്ക് അപ്പൊ ഇത്രയുമാണ് ആസിഡും ബേസും വാട്ടർ ഡിസോൾവ് ചെയ്യുന്നതിനുള്ള കാര്യം. ആസിഡിനകത്ത് H+ അയോൺസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ മാത്രമേ H+ അയോൺസ് ആയിട്ട് മാറത്തുള്ളൂ. അതർവൈസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ബേസസ് വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോൺസിനെയാണ് ഫോം ചെയ്യിക്കുന്നത്. ഇനി ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം സാൾട്ട് പ്ലസ് വാട്ടർ ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് സാൾട്ട് പ്ലസ് വാട്ടർ ആണ് ന്യൂട്രലൈസേഷൻ. ഇതിനകത്ത് നമ്മൾ ആ റിയാക്ഷൻ ഒന്ന് ജനറൽ ഇക്വേഷൻ പോലെ എഴുതുകയാണെങ്കിൽ HX പ്ലസ് MOH. HX പ്ലസ് MOH. ഈ H എന്ന് പറയുമ്പോൾ HX എന്ന് പറയുമ്പോൾ ആസിഡ്, MOH എന്ന് പറയുമ്പോൾ ബേസ്. അതിനകത്തെ എമ്മും എക്സും കൂടെ കൂടി ചേരുമ്പോൾ സാൾട്ട്. പിന്നെന്താണ്? ആസിഡിനകത്തെ H-ഉം ബേസിനകത്ത് OH. അപ്പം HOH. അപ്പൊ വാട്ടർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? H പ്ലസ് ആസിഡിനകത്ത് ഹൈഡ്രജനും ബേസിനകത്ത് ഹൈഡ്രോക്സൈഡും കൂടെ കൂടി ചേർന്നിട്ടാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആസിഡ് എന്ത് നേച്ചർ വാട്ടർ എന്ത് നേച്ചർ കാണിക്കുന്നത്? ന്യൂട്രൽ നേച്ചർ കാണിക്കുന്നത്. അതിനകത്ത് ആസിഡിന്റെ കണ്ടന്റും ഉണ്ടായിരുന്നു, ബേസിന്റെ കണ്ടന്റ്. അപ്പൊ ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യണം? സാൾട്ട് ആയിട്ട് മാറണം. അപ്പം വാട്ടറിനകത്ത് H+ ഉണ്ട്, OH- ഉണ്ട്. ദാറ്റ്സ് വൈ വാട്ടർ ഷോസ് ന്യൂട്രൽ നേച്ചർ. ദെൻ ഇനി നമുക്ക് ഒരു എക്സ്പെരിമെന്റും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2.10. ഓക്കെ, 2.10. ഈ ആസിഡും ബേസും നമുക്ക് എന്ത് ചെയ്യണം? വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കണം. ഓക്കെ, ആസിഡും ബേസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യണം. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ്, ദെൻ സെക്കൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പം സൾഫ്യൂരിക് ആസിഡ് ഒരു ബീക്കർ എടുക്കാം. അതിനകത്ത് ഒരു കുറച്ച് ml വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു ബീക്കർ എടുക്കുക. അതിനകത്ത് നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം ഡ്രോപ്പ് വൈസ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്ത് കൊടുക്കുന്നു? ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളൊന്ന് സ്റ്റിർ ചെയ്തതിനു ശേഷം ആ ടെസ്റ്റ് ട്യൂബിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ടെമ്പറേച്ചർ റിലീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഒരു ടെമ്പറേച്ചർ മീൻസ് ഹീറ്റ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്?
സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിനകത്ത് ഡിസോൾവ് വയ്ക്കും. മീൻസ് വാട്ടറിലോട്ടാണ് ഈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പെല്ലറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ സോഡിയം ഹൈഡ്രോക്സൈഡിനകത്തോട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളം എടുത്ത് ഒഴിക്കുന്നത്. അപ്പം വെള്ളത്തിലോട്ടാണ് ആസിഡും ബേസും എന്ത് ചെയ്യേണ്ടത്, ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആസിഡിനകത്ത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ആസിഡ് മീൻസ് കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിനകത്ത് ഈ കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണ് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം, വാട്ടറും ആകുമ്പോഴത്തേക്ക് കുറയും. H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ വാട്ടറിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കുറയും. അതേ കേസ് തന്നെയാണ് എവിടെയും സംഭവിക്കുന്നത്. ബേസിനെ നമ്മൾ വാട്ടർ ഡിസോൾവ് ചെയ്യിക്കുമ്പോഴും അതിനകത്തെ OH- അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കുറയും. അങ്ങനെ വരുന്ന ആസിഡിനെയും ബേസിനെയാണ് നമ്മൾ എന്താ ഡൈല്യൂട്ട് ആസിഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ബേസ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈല്യൂഷൻ. ഓക്കെ, അപ്പം ആസിഡും ബേസും ഡൈല്യൂട്ട് ചെയ്യുമ്പം ആസിഡിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കല്ല, വെള്ളത്തിൽ കുറേശ്ശെയായിട്ട് കണ്ടിന്യൂസ് സ്റ്റിറിങ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതർവൈസ് അത് എന്താണ്, നമുക്ക് ബേണിംഗ് ഒക്കെ മീൻസ് പൊട്ടിത്തെറിച്ചിട്ടൊക്കെ നമുക്ക് ബേണിംഗ് മീൻസ് അത്രയ്ക്ക് ഹീറ്റ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും ആസിഡിലോട്ട് വെള്ളം എടുത്ത് ഒഴിക്കാൻ പാടില്ല. അത്രയ്ക്ക് ഹീറ്റ് അത് റിലീസ് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്ന ബീക്കറൊക്കെ എന്ത് ചെയ്യും, പൊട്ടിത്തെറിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം എടുത്ത് അതിലേക്ക് കുറേശ്ശെ ആസിഡ് കോൺസ്റ്റന്റ് സ്റ്റിറിങ്ങിലൂടെ വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ആസിഡും ബേസും ഡൈലൂട്ട് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് എക്സോതെർമിക് മീൻസ് ഹീറ്റ് റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ആസിഡ് ബേസ്, ആസിഡുകൾ എന്താണ് അക്വ സൊല്യൂഷനിൽ മാത്രമേ, ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും അക്വ സൊല്യൂഷനിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിന്റെ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അതിന് നമ്മൾ 2 എക്സ്പ്ലെയിൻ പറഞ്ഞു. പിന്നെ അതേപോലെ നമ്മൾ ഇതിന് മുമ്പ് ബേസസിന്റെ കെമിസ്ട്രിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർ സോലുബിൾ ബേസസിനെ പറയുന്ന പേരാണ് ആൽക്കലീസ്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രോക്സൈഡ് അയോൺസിനെ ഫോം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എന്തെന്ന് പറയാം, ആൽക്കലീസ് എന്ന് പറയാം. വാട്ടർ ന്യൂട്രൽ ക്യാരക്ടർ കാണിക്കാൻ കാരണം ആസിഡിനകത്തെ ഹൈഡ്രജൻ അയോണും ബേസിനകത്തെ ഹൈഡ്രോക്സൈഡ് അയോണും കൂടി ചേർന്നിട്ടാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് വാട്ടർ ന്യൂട്രൽ നേച്ചർ കാണിക്കുന്നത്. ദെൻ ആസിഡും ബേസും ഡൈലൂട്ട് ചെയ്യുമ്പം വെള്ളത്തിലോട്ട് വേണം ആസിഡ് ആണെങ്കിലും ബേസ് ആണെങ്കിലും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ആ പ്രോസസ്സിനെ പറയുന്ന പേര് ഡൈല്യൂഷൻ. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ആസിഡിനെ പറയുന്ന പേര് ഡൈലൂട്ടഡ് ആസിഡ് എന്നും ബേസിനെ ഡൈലൂട്ടഡ് ബേസും എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്